വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഈ അടുത്തിറങ്ങിയ 3 സിനിമകൾ പടക്കളം, സർക്കീട്ട്, അതേപോലെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അപ്പോൾ ഈ 3 സിനിമകളെ കുറിച്ചുള്ള ചുരുക്കിയുള്ള ഒരു റിവ്യൂ ആൻഡ് ഈ സിനിമകൾക്ക് എൻ്റെ അഭിപ്രായത്തിലുള്ള സ്ഥാനങ്ങൾ അതാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ആദ്യത്തെ സിനിമ പടക്കളമാണ്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇതൊരു സാങ്കല്പിക സിനിമയാണ്. ഒരു സങ്കല്പ വിഷയം ലഭിച്ചിട്ട് അതിൽ നിന്ന് അമാനുഷികമായ ചില കാര്യങ്ങൾ, അങ്ങനെയാണ് ഈ സിനിമ പുരോഗമിക്കുന്നത്. ഇത് ശരിക്കും ഒരു കോമഡി മൂവി തന്നെയാണ് ഫുള്ളായിട്ടും. പക്ഷേ അതേസമയം കുറച്ച് ത്രില്ലടിപ്പിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സിനിമയാണ് പടക്കളം. അപ്പോൾ ഇതിൽ ഈ സാങ്കല്പികമായ സംഭവം ലഭിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങൾ വന്നിട്ട് വളരെ ചെറിയ കാര്യങ്ങളാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇതിലെ കഥാപാത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ലഭിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ തന്നെ ലോകത്തെ തന്നെ കീഴടക്കാൻ അല്ലെങ്കിൽ പണം സമ്പാദിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മിക്കവരും ആഗ്രഹിക്കുക. പക്ഷേ ഈ സിനിമയിലാകട്ടെ വളരെ ചെറിയ കാര്യങ്ങളിലൂടെയാണ് സിനിമ പുരോഗമിക്കുന്നത്. ഇതൊരു കോമഡി മൂവി ആയതുകൊണ്ടാണ്. പക്ഷേ എന്നാലും ഇടവേള വരെയും ആ ഒരു ചെറിയ കാര്യങ്ങളിൽ തന്നെ തൂങ്ങിപ്പിടിച്ചിട്ട് അങ്ങനെ പോകുമ്പോൾ അവിടെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്കൊരു മുഷിപ്പിക്കൽ വരുന്നുണ്ട്. പക്ഷേ എന്നാലും ഇതിൽ ഷറഫുദ്ദീൻ ഇടവേള വരെ തകർത്തിട്ടുണ്ട് പുള്ളിയുടെ അഭിനയം. അതേസമയം ഇടവേളയ്ക്ക് ശേഷം അങ്ങേർക്ക് വേറൊരു മുഖാട്ടോ, അതും തകർത്തിട്ടുണ്ട്. പിന്നെ സന്ദീപ് പ്രദീപ് ഒരു പയ്യനാണ്. കക്ഷി ഇടവേള വരെയും ശാന്തനായിട്ടും അതിനുശേഷം വേറൊരു മുഖം എടുക്കുന്നുണ്ട്. പൊളിച്ചിട്ടുണ്ട് പുള്ളി. പിന്നെ സുരാജ് വെഞ്ഞാറമൂടാകട്ടെ കക്ഷിയുടെ കഥാപാത്രത്തിന് അത്ര വലിയ അഭിനയിക്കാനുള്ള സാധ്യത ഉള്ള കഥാപാത്രമല്ല. പക്ഷെ അദ്ദേഹം അവസാനം വരെയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് ഷറഫുവിൻ്റെയും അതേപോലെ സന്ദീപ് പ്രദീപിൻ്റെയും കഥാപാത്രങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ വരുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്കൊക്കെ ഗംഭീരമായിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇടവേളയ്ക്ക് ശേഷം ആൾമാറാട്ട കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ആരെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കുറവ് ഈ സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ പറയുമ്പോൾ അവരാണ് പറയുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരല്ല എന്ന രീതിയിൽ അങ്ങനെ ഒരു അവസ്ഥയാകുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ അവിടെ ഒരു സാധ്യത വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ കുറേ കോമഡി ഉണ്ട്, അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ത്രില്ലിംഗ് ഉണ്ട്. പക്ഷേ എന്നാലും ചെറിയ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതൊരു മുഷിപ്പിക്കൽ വരുന്നുണ്ട്. എന്നാലും കണ്ടിരിക്കാൻ കുഴപ്പമില്ലാത്ത ഒരു മൂവി തന്നെയാണ്. പിന്നെ അതേപോലെ ഇതിലെ കഥാപാത്രങ്ങളുടെ ആ ഒരു അഭിനയ മികവ് അതൊക്കെ പറയാതിരിക്കാൻ വയ്യ, നന്നായിട്ടുണ്ട്. എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ഈ സിനിമ ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 3-ാം സ്ഥാനം. ഇനി 2-ാം സ്ഥാനത്തിലുള്ള സിനിമ സർക്കീട്ട്. ഈ സിനിമയിൽ മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ശ്രദ്ധയുടെ കാര്യത്തിൽ ഒരു നല്ല മെസ്സേജ് ഈ സിനിമ നൽകുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു പയ്യനുണ്ട്. ആ പയ്യൻ ഇടവേള വരെ ആ പയ്യൻ്റെ കഥാപാത്രം ജപ്പു ആണ്. ജപ്പു ഭയങ്കര വെറുപ്പിക്കൽസാണ്. പക്ഷേ പയ്യൻ ആ വെറുപ്പിക്കൽസ് കഥാപാത്രത്തെ വെറുതെ കാണിച്ചു കൂട്ടുന്നതല്ലാതെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന പോലെ തന്നെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. അഭിനയ മികവ് ആ പയ്യൻ നന്നായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ആ ഒരു കഥാപാത്രത്തെ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് ഇടവേള വരെ വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇടവേള വരെയുള്ള ഭാഗത്ത് അതേപോലെ മുന്നോട്ടും തന്നെ വേറെ എന്തെങ്കിലും കോമഡിയോ അതേപോലെ കൂടുതൽ സെൻറ്റിമെൻസായ കാര്യങ്ങളോ ഉൾപ്പെടുത്താമായിരുന്നു. ആ മുഷിപ്പിക്കൽ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കുറവ് ഈ സിനിമയിലുണ്ട്. അതേപോലെ ഇടവേളയ്ക്ക് ശേഷവും തന്നെ ആ ആസിഫ് അലിയും ആ പയ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള ആ സെൻറ്റിമെൻറ്റ്സ് കൂടുതൽ പ്രതിഫലിപ്പിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലുമൊക്കെ അതിൽ ഉൾപ്പെടുത്താമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. ഇപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയോട് അവനുള്ള കാര്യങ്ങളും ആസിഫ് അലിയോടൊപ്പമുള്ള അവൻ്റെ കാര്യങ്ങളും അവൻ ചിന്തിക്കുന്നതായിട്ടും അവനതിൽ സന്തോഷം കിട്ടുന്നതായിട്ടൊക്കെ അങ്ങനെയൊക്കെ സെൻറ്റിമെൻറ്റ്സ് ആയിട്ട് കുറേ കാര്യങ്ങൾ വീണ്ടും ഉൾപ്പെടുത്താമായിരുന്നു. അപ്പോൾ ഇവർ പറയാൻ വരുന്ന ഒരു കാര്യം അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് പറയാൻ വരുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അതിനൊരു പവർ പോരാത്തൊരവസ്ഥ ഇതിൽ തോന്നി. പക്ഷെ എന്നാലും നല്ലൊരു മെസ്സേജ് നൽകുന്ന സിനിമയാണ്. അതേപോലെ തമർ KV ഇതിൻ്റെ കഥ വളരെ ബുദ്ധിപൂർവ്വമാണ് ചെയ്തിരിക്കുന്നത്. ആസിഫ് അലിയും ഈ പയ്യനും തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടും എന്ന് നമുക്കൊരു ചോദ്യചിഹ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു രീതിയിലായിരിക്കുമെന്നാണ് നമ്മൾ കരുതിയത്, ഒരു തൊഴിലിൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. പക്ഷേ അങ്ങനെയല്ലാതെ ഇതിൽ വേറെ അവിചാരിതമായ വേറൊരു സംഭവത്തിലൂടെ അത് കഥാകൃത്തിൻ്റെ ആ എഴുത്തിൻ്റെ ഒരു മികവാണ്. അതേപോലെ 2-ാമത്തെ കാര്യം, ഇവർ തമ്മിൽ വേർപിരിയാൻ പറ്റാത്ത ഒരു ബന്ധം ഈ സിനിമയിൽ ഉണ്ടാകുന്നുണ്ട്. എന്താണ് സിനിമ കണ്ട് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നില്ല.
അപ്പോൾ ആ ബന്ധം ഉണ്ടാകാൻ ഇതിൽ വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതും കഥാകൃത്തിൻ്റെ ആ ഒരു ഭാവനയുടെ മികവ് തന്നെയാണ്. അതേപോലെ തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ബന്ധം വേർപിരിയേണ്ട ഒരു കാര്യവുമുണ്ട്. അത് വേർപിരിയാൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല നടക്കുന്നത്. അതിലും വളരെ വലിയൊരു ട്വിസ്റ്റ്, ഒരു സസ്പെൻസ് വെച്ചുകൊണ്ടാണ് കഥാകൃത്ത് ഇവരെ രണ്ടുപേരെയും ആ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ആ കഥാകൃത്തിൻ്റെ എഴുത്തിൻ്റെ മികവാണ്. അതേപോലെ പല കാര്യങ്ങളിലും നമുക്ക് സംശയങ്ങൾ വരും, ഇവർക്ക് ഇങ്ങനെ ചെയ്താൽ പോരെ അങ്ങനെ ചെയ്താൽ പോരെ എന്ന്. പക്ഷെ ആ സംശയങ്ങൾക്കൊക്കെ തന്നെ ഈ സിനിമയിൽ ഉത്തരമുള്ള രീതിയിൽ ഒരു ലോക്ക് ചെയ്ത കഥയായിട്ടാണ് ഇദ്ദേഹം അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ആ കഥാകൃത്തിൻ്റെ മികവാണ്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു കുറവ് കാരണം ഇതൊരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് ഇത് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ അഭിപ്രായത്തിൽ 2ാം സ്ഥാനം. ഇനി 1ാം സ്ഥാനത്ത് എൻ്റെ അഭിപ്രായത്തിൽ നിൽക്കുന്ന മൂവി അത് തന്നെ, പ്രിൻസ് ആൻഡ് ദ ഫാമിലി. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മുഴുവൻ നീള കോമഡി സിനിമയാണ്. ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് എവിടെയും ഒരു വെറുപ്പിക്കൽസ് തോന്നുന്നില്ല. എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ നമുക്കിത് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഇടവേളയ്ക്ക് കുറച്ച് മുമ്പ് മുതൽ ഇതിൻ്റെ കാര്യങ്ങൾ വളരെയധികം ത്രില്ലിംഗ് ആയ രീതിയിലും ഇൻട്രസ്റ്റിംഗ് ആയ രീതിയിലും പോകുന്നുണ്ട്. കാരണം ഇതിലെ ചിഞ്ചു എന്ന കഥാപാത്രം പൊളിച്ചിട്ടുണ്ട്. സമൂഹത്തിന് നല്ലൊരു അവബോധം നൽകുന്ന ഒരു വിഷയം ഈ സിനിമയിൽ യൂട്യൂബിനെ സംബന്ധിച്ചും അതേപോലെ മറ്റ് മാധ്യമങ്ങളെ സംബന്ധിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും എല്ലാവർക്കും തന്നെ, പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ലേഡീസിനെന്നല്ല, എല്ലാവർക്കും തന്നെ അത് വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് എന്താണെന്ന് കണ്ടു മനസ്സിലാക്കാം. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് വളരെയധികം ആസ്വദിച്ചുകൊണ്ട് ബോറടിക്കാതെ കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയ്ക്ക് 1ാം സ്ഥാനം. അപ്പോൾ ഈ 3 സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്കൊക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതുവരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.